ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. മധുരം സുഹൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർഗശീർഷ മാസത്തെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് ഉൽപ്പന്ന ഏകാദശി. വളരെ പവിത്രമായ പാപപരിഹാരപ്രദമായ ഒരു ഏകാദശിയാണ് ഉൽപ്പന്ന ഏകാദശി. ഈ ദിവസം ഏകാദശി ദേവി മഹാവിഷ്ണുവിനായി അസുരന്മാരെ സംഹരിക്കുവാനായി ജനിച്ചതിനാലാണ് ഉൽപ്പന്നം അഥവാ ഉത്ഭവം എന്ന പേരുണ്ടായത്. പുരാണകാലത്ത് സത്യയുഗത്തിൽ മുര എന്ന ഒരു അസുരൻ ദേവന്മാരെയും സന്യാസിമാരെയും യജ്ഞങ്ങളെയും നശിപ്പിച്ചു. ദേവന്മാർ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അഭയാർത്ഥം ബദരികാശ്രമത്തിൽ ചെല്ലുന്നു. മഹാവിഷ്ണു മുരാസുരനെ സംഹരിക്കാൻ ശ്രമിച്ചപ്പോൾ അസുരന്മാർ അതിശക്തമായി തിരിച്ചടിച്ചു. യുദ്ധത്തിനിടെ മഹാവിഷ്ണു ഒരു ഗുഹയിൽ വിശ്രമിക്കുമ്പോൾ മുരാസുരൻ അകത്ത് കയറി ഭഗവാനെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. അത് കണ്ടപ്പോൾ മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യശക്തി, ഒരു ദേവി ഉത്ഭവിച്ചു. ആ ദേവിയാണ് ഏകാദശി ദേവി. ദേവി തന്റെ തേജസ് കൊണ്ട് മുരാസുരനെ നിഗ്രഹിച്ചു. ഇത് കണ്ട് പ്രസന്നനായ മഹാവിഷ്ണു ആ ദേവിയോട് പറഞ്ഞു, ലോകത്തിലെ പാപങ്ങളെ നശിപ്പിക്കുവാൻ ജനിച്ച നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. എല്ലാ മാസവും കൃഷ്ണപക്ഷ ശുക്ലപക്ഷ ഏകാദശി ദിവസങ്ങളിൽ ഉപവാസം അനുഷ്ഠിക്കുന്നവർക്ക് മോക്ഷവും പാപനാശവും എല്ലാവിധത്തിലുള്ള സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ദേവി ആവശ്യപ്പെട്ടു. അങ്ങനെ ആകട്ടെ എന്ന് ഭഗവാൻ ദേവിയെ അനുഗ്രഹിച്ചു. കൂടാതെ ഏകാദശി ദിവസം പിറന്നതിനാൽ ആ ദേവിക്ക് ഏകാദശി ദേവി എന്ന പേര് നൽകുകയും ചെയ്തു. അങ്ങനെ ഏകാദശി ദേവി ജനിച്ച ദിവസമാണ് ഉൽപ്പന്ന ഏകാദശിയായി ആചരിക്കുന്നത്. മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് മാർഗശീർഷ മാസമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. ഓരോ ഏകാദശിക്കും അതിൻ്റെ വ്രതമഹാത്മ്യ കഥയുണ്ട്. വ്രതസമയത്ത് ഈ കഥ പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. കൂടാതെ പാർണ വീഴുന്ന സമയത്തും കഥ കേൾക്കുന്നത് പുണ്യദായകമാണ്. 2025 ഈ വർഷത്തെ ഉൽപ്പന്ന ഏകാദശി തിഥി ആരംഭിക്കുന്നത് നവംബർ മാസം 15-ാം തീയതി വെളുപ്പിനെ 12:49 മുതൽ 2025 നവംബർ മാസം 16-ാം തീയതി വെളുപ്പിനെ 2:37 വരെയാണ്. അതുകൊണ്ട് സൂര്യോദയ സമയത്ത് ഏകാദശി വരുന്നത് കൊണ്ട് 2025 നവംബർ മാസം 15-ാം തീയതിയാണ് ഏകാദശി ആചരിക്കേണ്ടത്. പാരണ വിടേണ്ട സമയം 2025 നവംബർ മാസം 16-ാം തീയതി രാവിലെ 9:09 മുതൽ 10:11 വരെയുള്ള സമയത്താണ്. ഏകാദശി വ്രതം എടുക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഏകാദശി വ്രതം എടുക്കാം, എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നതിനെ പറ്റി വിശദമായിട്ട് ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകാദശി ദേവി മന്ത്രം: ഹ്രീം ഏകാദശിയേ നമഃ, മുരാസുര സംഹാരകാരിണ്യേ നമഃ. എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.